മാർക്കോ ഒന്നുമല്ല. മാർക്കോയെ കുറിച്ച് ചോദിക്കല്. മാർക്കോ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. വയലൻസ് അത്രയ്ക്കില്ല. ഒരു സാധാ നാച്ചുറൽ നാനി പടം, അതിൽ കുറച്ച് ആക്ഷൻസ് കയറ്റിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. മാർക്കോയെക്കാളേറെ വയലൻസ് രംഗങ്ങൾ അധികമായിട്ടുണ്ട്. പക്ഷെ കുറെ കോമഡി ആയിട്ട് തോന്നിപ്പോയി. ആ ക്ലൈമാക്സ് ഇല്ലായിരുന്നെങ്കിൽ പടം ബിലോ ആവറേജ് ശതമാനം പറഞ്ഞാൽ മാർക്കോയും കാട്ടി കടത്തി വിട്ടു. വെൽക്കം ബാക്ക്. തെലുങ്കിൽ നിന്ന് ഒരു ആക്ഷൻ വയലൻസ് സംഭവമായിട്ട് നാച്ചുറൽ സ്റ്റാർ നാനി എത്തുന്നു ഹിറ്റ് 3. അപ്പോൾ കണ്ടിറങ്ങി ഓടിച്ചൂടെ എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. ഹിറ്റ് 1, 2 ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു വയലൻസ് സംഭവം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സർപ്രൈസ് ക്യാമിയോയും ഉണ്ട്. അപ്പോൾ ഹിറ്റ് 3 കണ്ടിറങ്ങി ഓടിച്ചിട്ട് റിവ്യൂയിലേക്ക് പോവാം. ഫസ്റ്റ് ഹാഫും ഒരു ഭൂരിഭാഗ സമയവും എനിക്ക് ബോറായിട്ടാണ് തോന്നി. ആ ക്ലൈമാക്സ് പോർഷനിലോട്ട് വന്നപ്പോഴേക്കും കൊള്ളായിരുന്നു. ആ ക്ലൈമാക്സ് ഇല്ലായിരുന്നെങ്കിൽ പടം ബിലോ ആവറേജ് അപ്പോൾ അങ്ങനെ ജോണർ മാറ്റമുണ്ടോ ഫസ്റ്റും സെക്കൻഡും നോക്കുമ്പോൾ? ഫസ്റ്റും സെക്കൻഡും പ്യുവർ ഇൻവെസ്റ്റിഗേഷൻ അല്ലേ. ഇത് അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ അല്ല, ഇത് ആക്ച്വലി അവർ ആ ക്യാരക്ടറിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അത് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. ഒരു ഇന്റൻസ് ആക്ഷൻ വയലൻസ് ആണ് പിടിച്ചത്. അത് വർക്കായോ? അധികം വർക്കല്ല. ഞാൻ ഒരു തേർഡ് ആക്ട്, ലാസ്റ്റ് ആക്ട് മാത്രം കൊള്ളാം, അതല്ലാണ്ടൊന്നുമില്ല. ഒരു സർപ്രൈസിങ് ക്യാമിയോ ഞെട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വർക്കായി. അല്ല, അത് ഈ ഹിറ്റ് ഫസ്റ്റ് 2 പാർട്ട് കാണുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ക്യാമിയോ നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുമല്ലോ. പിന്നെ അടുത്ത പാർട്ടിലോട്ട് ലീഡ് ചെയ്യുന്ന ക്യാമിയോ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ബാക്കിയൊന്നും ഓക്കെ. ആക്ഷൻ വയലൻസും എങ്ങനെ ഒരു മാർക്കോ ലെവലൊക്കെ ഉണ്ടോ? അല്ല, അതാ ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് മാത്രം അത്യാവശ്യം വയലൻസ് കൊണ്ട് കൊള്ളാം എന്നുള്ളതിൽ തോന്നി, അതല്ലാണ്ട് തന്നെ തോന്നുന്നില്ല. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഈറ്റ് ഫാൻ ഫ്രാഞ്ചൈസിയിൽ വരുന്ന 3ാമത്തെ ഭാഗമാണ്. പിന്നെ അതിൻ്റെ സെക്കൻഡ് എൻഡ് എന്താ ഞാനി വന്നപ്പോൾ ഒരു വെറൈറ്റി കൊണ്ടുവന്നു. ഒരു വയലന്റ് മൂവി ആയിട്ട് വരാൻ പോകുന്ന ഈ മാർക്കോയ്ക്ക് മുമ്പ് വരേണ്ട ഒരു സാധനമാണ്. അത് അന്നേ അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഒരു ഐറ്റമാണ്. കുറച്ച് ലേറ്റായി പോയി, എന്നാലും സാധനം കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ഒരു ഫാസ്റ്റ് പേസിൽ പോയെങ്കിലും സെക്കൻഡ് ഹാഫാണ് പടം ട്രാക്കിലോട്ട് കയറിയത് തന്നെ. പിന്നെ അവസാനം 4th പാർട്ടിലേക്ക് ഒരു ഇൻഡ് കൊടുത്തിട്ടാണ് വിടുന്നത്. ആക്ഷൻ വയലൻസ് പരിപാടി തന്നെയാണ് ഫുള്ള്. ഫുള്ളി ആക്ഷൻ വയലൻസ്. അത് സെക്കൻഡ് ഹാഫാണ് കംപ്ലീറ്റ് അതിലോട്ട് ലയിക്കുന്നത് സംഭവം. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് റൊമാൻസ് ഉണ്ട്. അത് അധികം ബോറടിപ്പിക്കാത്ത രീതിക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് ചെയ്ത് കൊണ്ടുപോയി. റെട്രോ ആയിട്ട് പിടിച്ചിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ടോ? റെട്രോ ആയിട്ട് പിടിച്ചു വെക്കാം. കാരണം ഇപ്പം വയലൻസ് മൂവിക്ക് കുറച്ച് പ്രാധാന്യം ഇപ്പം ഉണ്ടല്ലോ. മിക്കയുടെ ആൾക്കാർ കയറുന്നത് അതിനാണല്ലോ. പക്ഷേ ഇപ്പം ഇത് വന്നതുകൊണ്ട് ഇത് അധികം ആൾക്കാർ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. കാരണം കുറച്ച് ക്യാമിയോ ഇങ്ങനെ ഞെട്ടാനുള്ള ക്യാമിയോ ഒക്കെ ഉണ്ടോ? ഭയങ്കര റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു അല്ല, എനിക്കറിയായിരുന്നു ആ ക്യാമിയോ ആരാണെന്ന്. പക്ഷെ ഞാൻ അത് പേര് പറയുന്നില്ല, അത് സ്പോയിലർ ആയിട്ട്. അതല്ല, ക്യാമിയോ വന്നപ്പോ ഒരു ഫീൽ കിട്ടിയോ സംഭവം? ഫീൽ കിട്ടി. അവർക്ക് ഈ പടം മോശമായതിന്റെ വിഷമമാണ്, വേറെ ഒന്നുമല്ല. റെട്രോ കടത്തി വിട്ടും. റെട്രോ ഷോ തുടങ്ങാൻ പോണതേ ഉള്ളൂ. റെട്രോയെ കടത്തി വെട്ടൂല, എന്തായാലും ഉറപ്പാണ്. കാരണം വേറെ ഒന്നുമില്ല, പടം നല്ല പടം തന്നെയാണ്. നമ്മൾ ഓവർ വയലൻസ് എക്സ്പെക്ട് ചെയ്തു പോയി, അത്രേ മാത്രമേ ഉള്ളൂ. അത് മാത്രം അതിനുള്ള ഒന്നുമില്ല. വയലൻസ് ആണോ ആക്ഷൻ ആണോ പ്രാധാന്യം? ആക്ഷനാണ് പ്രാധാന്യം, വയലൻസ് കുറവാണ്. നമ്മൾ ഭയങ്കരമായ ലെവലാണ് വയലൻസ് വിചാരിച്ചത്. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്. സ്റ്റോറി എങ്ങനെയുണ്ട്? ത്രില്ലർ ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് പോലെ ഒരു നാച്ചുറൽ സ്റ്റോറി ആയിട്ട് പോയത്. പക്ഷേ ഇത് വയലൻസ് എന്ന് പറഞ്ഞല്ലേ അവർ പ്രൊമോട്ട് ചെയ്തത്. വയലൻസ് അത്രയ്ക്കില്ല. ഒരു സാധാ നാച്ചുറൽ നാനി പടം, അതിൽ കുറച്ച് ആക്ഷൻസ് കയറ്റിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ പൊക്കി പറയാൻ മാത്രം ഒന്നുമില്ല. ഒരു തെലുങ്ക് മാസൊക്കെ വന്നിട്ടുണ്ടോ? തെലുങ്ക് മാസം ഒന്നും വന്നിട്ടില്ല. സ്റ്റാൻഡേർഡ് ഒരു സാധാ പടം തന്നെ. അതിൽ വയലൻസ് ഉണ്ട് കൊണ്ടെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് വലിയ വയലൻസ് ഒന്നുമില്ല, സാധാ ലെവലിൽ. ക്യാമിയോ ഉണ്ട്, ക്ലൈമാക്സ് ക്യാമിയോ ഉണ്ട്, ഞെട്ടാൻ മാത്രമുള്ള ക്യാമിയോ ഉണ്ട്. അത് തന്നെയാണ് പടം. ഹിറ്റ് ഫാൻ ആണോ? ഹിറ്റ് 1ന്റെയും 2ന്റെയും അത്ര എത്തിയിട്ടില്ല, പക്ഷെ കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. 1, 2 അപേക്ഷിച്ച് കുറെ വയലൻസും ആക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതെങ്ങനെ വർക്ക് ആയി? അത് ചില സ്ഥലത്തൊന്നും വർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. ലാഗ് ആണോ? ലാഗ് അല്ല, കുറെ കോമഡി ആയിട്ട് തോന്നിപ്പോയി. അങ്ങനെ തെലുങ്ക് ലെവൽ മാസാണ് ഉദ്ദേശിച്ചത്. അതാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അതങ്ങോട്ട് എത്തിയില്ല. കുറെയൊക്കെ ഭയങ്കര ഒരു ക്യാമിയോ റൂമർ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വർക്കായോ? ക്യാമിയോ ഓക്കെ ആയിരുന്നു, പക്ഷെ കണ്ടോണ്ടിരിക്കുക അത്രേ ഉള്ളൂ. ഓക്കെ. എന്താണ് ത്രില്ലർ പാർട്ട് വർക്കായില്ല? അതോ മേക്കിംഗ് ഒക്കെ അടിപൊളിയല്ലേ? സംഭവം അതിരടി മാസാണ്. സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 10-25 മിനിറ്റ് 20 മിനിറ്റോളം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ല. അങ്ങനെയൊക്കെ സിനിമ വേണം, വെറും ഡയലോഗ്സും കാര്യങ്ങളൊക്കെ മാത്രം. പിന്നെ അതിനുശേഷമാണ് സിനിമ അങ്ങ് കയറി ഇന്റൻസ് ആയിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ലാഗ് അടിപ്പിക്കുന്നില്ല സിനിമ. ഇല്ല മാർക്കോ കടത്തി വിട്ടില്ല. പക്ഷെ മാർക്കോയെക്കാളേറെ വയലൻസ് രംഗങ്ങൾ അധികമായിട്ടുണ്ട്. പക്ഷെ മാർക്കോ കടത്തി വിട്ടിട്ടില്ല. സെക്കൻഡ് ഹാഫിൽ മൊത്തം സിനിമയിൽ ആ പടം ഒറ്റ പാട്ടേ ഉള്ളൂ. ആ പാട്ടാണെങ്കിൽ വെറുപ്പിച്ചതുമില്ല. നമ്മൾ സാധാരണ നമ്മൾ ടിപ്പിക്കൽ ഒരു തെലുങ്ക് സിനിമകൾ കാണില്ല, അങ്ങനത്തെ ഒരു സോങ് സീക്വൻസും അല്ല. പക്ഷെ വമ്പൻ ക്യാമിയോ പൊളിക്കണോ? ഒരു വമ്പൻ ക്യാമിയോ ആണ്. അതായത് നമ്മുടെ ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട് 3 സംസ്ഥാനങ്ങളിലും ഒരുപോലെ ഫാൻ ഫോളോയിങ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ക്യാമിയോയിൽ അവസാനം വരുന്നത്. അപ്പൊ അത് അവസാനം ഒരു ഡയലോഗൊക്കെ ഉണ്ട്, నేను മൾട്ടിലിംഗർ എന്നൊരു ഡയലോഗൊക്കെ ഉണ്ട്. മാർക്കോ ഒന്നുമല്ല. മാർക്കോയെ കുറിച്ച് ചോദിക്കല്. മാർക്കോ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. മാർക്കോയെ കടത്തിവിടുന്ന വയലൻസ് ആണ്, പൊളി വയലൻസ് ആണ്. പിന്നെ എന്ത് പറയാൻ,
അടുത്ത ഫോർത്ത് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മാർക്കോയെ കടത്തിവിടുന്ന ആക്ഷൻ എല്ലാം ആ എല്ലാം. ഓക്കെ, എങ്ങനെയാണ് ത്രില്ലർ ഇതാണ് വൈബാണ്? ഓ ത്രില്ലുണ്ട്, പക്ഷേ നമുക്ക് ഒരു എഴച്ചിൽ തോന്നൂല, അതിൽ തന്നെ കണ്ടിരുന്ന അങ്ങ് പോകും. ക്യാമിയോ ഒക്കെ ഉണ്ടായിരുന്നു, ഞെട്ടിയോ? സർപ്രൈസ് ക്യാമിയോ ഒക്കെ ഉണ്ട്. അത് നേരത്തെ അറിഞ്ഞു, പക്ഷേ ഇങ്ങനെയാണെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. ഈച്ചയിൽ കണ്ട നാനിയൊന്നും അല്ല, ഇത് വേറെ ലെവല് വയലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് അറ്റത്തെ വയലൻസ്. നമ്മളൊരു വയലൻസ് പടം കണ്ടിട്ട് കാര്യമില്ല, അതിലൊരു കിഡിലെ സ്റ്റോറി വേണം. കാരണം ഫസ്റ്റ് ഹാഫ് തന്നെ നമ്മൾ വിചാരിച്ച ഒരു വെറൈറ്റി സ്റ്റോറി, ഒരു ക്രൈം ത്രില്ലർ എങ്ങനെ കൊണ്ടുപോകുന്നു. സെക്കൻഡ് ഹാഫ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഒരു എന്തിനാണ് ഇത്, നാനിയുടെ കരിയറിൽ തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും. മാർക്കോയെ കടത്തിവിടുന്ന വയലൻസ് എന്നൊക്കെ പറഞ്ഞു. 100% പറഞ്ഞാൽ മാർക്കോയും കാട്ടി കടത്തി വിട്ടും. കാരണം നമ്മുടെ മലയാള സിനിമയിൽ മാർക്കോ ഒരു വയലൻസ് പടമാണ്, പക്ഷേ ഇത് മാർക്കോ ഒരു 4 ഇരട്ടി. പക്ഷെ ഒരു വയലൻസ് മാത്രം പോരല്ലോ, അതിലൊരു കഥയും വേണ്ടേ. അതിലൊരു പോലീസുകാരന്റെ ക്രൈം അടിപൊളി ക്ലൈമാക്സ്, ഞെട്ടിക്കുന്ന ക്യാമിയോ ഉണ്ട്. അത് പറയാൻ പറ്റത്തില്ല, കാരണം എന്തായാലും അതിന്റെ സസ്പെൻസ് പോകും. പക്ഷെ കിടിലൻ ക്യാമിയോ ആണ്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു നടനാണ് തമിഴിൽ നിന്ന്. പക്ഷെ അടിപൊളി പടമാണ്, ഒരു രക്ഷയില്ല. നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്ര ഹിറ്റ് ആവും. ഓക്കെ, കിട്ടില്ല സെക്കൻഡ് ഹാഫ് കിട്ടില്ല. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച കയ്യിൽ നിന്ന് പോയെന്ന്, പക്ഷെ സെക്കൻഡ് ഹാഫ് പൊളിച്ച് ഹിറ്റ് 4th കേസ് വരുന്നു. എങ്ങനെയാണ്, ആക്ഷൻ പാക്ഡ് ആണോ? സെക്കൻഡ് ഹാഫ് നല്ല ആക്ഷൻ പാക്ഡാ. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചു. സർപ്രൈസിങ് ക്യാമിയോ ഒക്കെ ഉണ്ടായിരുന്നു. ക്യാമിയോ ഉണ്ട്. ലാസ്റ്റ് 4th കേസ് ഉണ്ട്, ഒരാളുണ്ട്, ഒരു തമിഴ് സൂപ്പർ സ്റ്റാർ പറയുന്നില്ല. മാർക്കോ ലെവൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വയലൻസ് ഉണ്ട്, അത്യാവശ്യം നല്ല ആക്ഷൻ വയലൻസ് ആണ്, അല്ലാതെ നമ്മൾ വൾഗറായിട്ടൊന്നും എനിക്ക് ഇതുവരെ തോന്നിയില്ല. നല്ല ആക്ഷൻ സെറ്റ് പീസ് ഉണ്ട്. ഞാനീ സംഭവമാണ്. സെക്കൻഡ് കണ്ട ഹൈപ്പിൽ വന്നിട്ട് എങ്ങനെയുണ്ട് ഹിറ്റ് 3? ഫസ്റ്റ് സെക്കൻഡ് വെച്ച് നോക്കുമ്പോൾ അത് ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊന്നുമില്ല, പക്ക വയലൻസ് ഉണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ഒറ്റ സംഭവം തന്നെയാണ്, ചുമ്മാ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ വലിച്ചഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ മാത്രമേ കുറച്ചെങ്കിലും സ്റ്റോറി പക്ക വയലൻസ് എന്ന് പറയുമ്പോൾ കില്ല് മാർക്കോ ലെവലൊക്കെ ഉണ്ടോ? മാർക്കോയെക്കാട്ടിലും ഉണ്ട്. കുറച്ച് സാധനങ്ങളെ കുറച്ച് പച്ചയായിട്ട് കാണിക്കുന്നുണ്ട്, മാർക്കോയെക്കാട്ടിലും കുറച്ചും കൂടെ ബ്രൂട്ടലായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഫീൽ ആവുന്നില്ല, അങ്ങോട്ട് കണക്ട് ആവുന്നില്ല സംഭവങ്ങൾ. BGM ഒക്കെ ഭയങ്കര ശോകമാണ്. പിന്നെ നാനിയെ കൊണ്ട് സ്ക്രിപ്റ്റിലൊക്കെ ചിലപ്പോൾ മാറ്റം വരുത്തി കാണുമായിരിക്കും. ഒരു തെലുങ്ക് മസാല പടം അതാണോ ആക്ഷൻ ലെവലൊക്കെ? അല്ല, അതിനെക്കാളും കുറച്ചും കൂടെ ഒക്കെ ഉണ്ട്. എങ്ങനെയാണ്, ക്യാമിയോ ഉണ്ട്, ഞെട്ടുന്ന ക്യാമിയോ ഒക്കെ ആണോ? ക്യാമിയോ ഉണ്ട്, ഒരു ക്യാമിയോ ഉണ്ട്, പക്ഷെ അത് അത്ര വലിയ സംഭവമൊന്നുമല്ല. എങ്കിലും ഒരു തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും എല്ലാം കൂടെ അറിയാൻ പറ്റുന്ന ഒരു ക്യാമിയോ. ടോട്ടലി റെട്രോയ്ക്ക് ഭീഷണിയാവും. റെട്രോയ്ക്ക് ഭീഷണിയാവുന്ന വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും സിനിമ. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് വയലൻസ് ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് നാനിയുടെ കുറച്ചുകൂടെ ഒരു ജംഗിൾ പൊളിയായിട്ട് കുറച്ച് വയലൻസ് ഉണ്ട്. മാർക്കോ എന്നാണ് പറയുന്നത്. അല്ല, മാർക്കോ തന്നെ ഇത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കോ തുടക്കത്തിൽ ഭയങ്കര കട്ട വയലൻസ്, അവസാനം വരെ ഭയങ്കര വയലൻസ് ആണ്. അത്രത്തോളമൊന്നും അല്ല, പക്ഷെ നൈസ് മൂവിയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കാം, അത്യാവശ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കാം. തെറ്റാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് വരെ നമുക്കൊരു സസ്പെൻസ് തരുന്നുണ്ട്. അല്ല, അത് അളിയൻ്റെ അഞ്ഞപ്പോൾ ഇതിന്റെ 4ാമത്തെ ഭാഗമുണ്ട്. 4ാമത്തതിൽ അളിയനുള്ളത് കൊണ്ട് കുറച്ചുകൂടെ നല്ല ബിൽഡപ്പ് ആവുമെന്ന് മനസ്സിൽ തോന്നുന്നു. എന്നാലും അത്യാവശ്യം നമ്മൾ കണ്ടിരിക്കാം. ഓക്കെ.